നമസ്കാരം. മോഫെക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലക്ഷക്കണക്കിന് യൂട്യൂബ് ചാനലുകൾ ഓരോ ദിവസവും പല പല രാജ്യങ്ങളിൽ നിന്നും കാസ്റ്റിംഗ് ചെയ്യപ്പെടുന്നുണ്ട്. ആ കൂട്ടത്തിലേക്കാണ് ഞങ്ങളും പുതിയ ഒരു ചാനലുമായി വരുന്നത്. ഇതിന്റെ പേര് മോഫെക്സ്. സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റികൾ വാഴുന്ന യൂട്യൂബിന്റെ അരങ്ങത്ത് ഞങ്ങൾ വളരെ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ഞങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ പുതിയ ഒരാളെ പരിചയപ്പെടുക എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. നമുക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണമെന്നില്ല. അപ്പോൾ വളരെ യാദൃച്ഛികമായി എറണാകുളം പരിചയപ്പെടുന്ന ആരെങ്കിലും ഒന്ന് ഞങ്ങളുടെ പ്രേക്ഷകരെയും പരിചയപ്പെടുത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പോൾ ഞങ്ങളുള്ളത് എറണാകുളം മെറൈൻ ഡ്രൈവിലാണ്. അപ്പോൾ നമ്മളുടെ ഒരു പുതിയ ആളെ പരിചയപ്പെടാം എന്ന പരിപാടിയുടെ ഭാഗമായി ഞങ്ങൾ ഇന്ന് മെറൈൻ ഡ്രൈവിൽ നിന്ന് കണ്ടുമുട്ടിയതാണ് ഇദ്ദേഹത്തെ. താങ്കളുടെ പേരെന്താണ്? എന്റെ പേര് കെ വിശ്വനാഥൻ. താങ്കൾ ഒരു ജ്യോതിഷിയാണോ? ജ്യോതിഷം പറയുന്ന ആളും സ്വാമിയാണോ? സ്വാമിയാണ്. എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു മഠത്തിലാണോ? ഒന്നുമില്ല, ഗ്രഹശാസ്ത്രത്തിലുള്ള പഠിത്തമുള്ള ഗ്രഹശാസ്ത്രം വീട്ടിലുള്ള ഗ്രഹശാസ്ത്രമാണ് സന്യാസം. എന്നുവെച്ചാൽ വീട്ടിൽ കിടന്ന മാതാവും പിതാവും സഹോദരി ബന്ധങ്ങൾ കുടുംബത്തിലെ എല്ലാവരും കൂടെ സ്നേഹിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഈശ്വര ധ്യാനം. അവരെ ഉപേക്ഷിച്ച് കളഞ്ഞൊരു ധ്യാനത്തിലേക്ക് പോകേണ്ടതാണ് എന്റെ ഗുരു പറയുന്നത്. താങ്കളുടെ ഗുരു ആരാണ്? എന്റെ അവര് ചാത്തന്നൂർ മാധവൻ പിള്ള എന്ന് പറയും. സ്ഥലം സ്വദേശം എവിടെയാണ്? എന്റെ വീട്ടുപേര് അഡ്രസ്സും ഒക്കെ തരാം. ഗുരുവാണിത്. ഇതാണ് മാധവൻ പിള്ള. ശരി ശരി. സ്വാമിയാണ് മാധവൻ പിള്ള. എന്റെ ഗുരുവാണ്, വിശ്വനാഥന്റെ ഗുരുവാണ്. അപ്പോൾ ഇങ്ങനെ ആ ഗുരുവിനോട് ബന്ധപ്പെട്ട് 12 വർഷം ശിക്ഷപ്പെട്ടു പഠിച്ചതാണ്. ശേഷം സ്വാമി വിട്ടുപോയ ശേഷവും വിടുന്നു മുമ്പും സന്യാസത്തിൽ നിയമങ്ങളാണ് അഭ്യസിക്കുന്നത്. അപ്പൊ വീട്ടിൽ മക്കളെയും സൂക്ഷിച്ച് ഭാര്യയും സൂക്ഷിച്ച് കുടുംബത്തിൽ നോക്കിയിട്ട് വീട്ടിൽ കൃത്യനിഷ്ഠകൾ ചെയ്യുന്ന ആളാണ് സന്യാസം എന്നാണ് സ്വാമി പറയുന്നത്. വീട്ടിൽ നിന്നിട്ടാണ് സന്യാസം തുടക്കം. ഗ്രഹശാസ്ത്രമാണ്. അവിടെ താങ്കൾ ഏത് നാട്ടുകാരനാണ്? ഞാൻ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ മണിയട് പഞ്ചായത്ത് പാമ്പറ കരയാണ്. അപ്പോ എല്ലാ ദിവസവും പോയിട്ട് വരും? പോയിട്ട് വരും. ശനിയാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ വരും. ഇന്നൊരു സ്പെഷ്യലായിട്ട് ഒരാൾ കാണാൻ വേണ്ടി ഇവിടെ വന്നതാ. മറ്റേ ശനി ഞായറേ കാണത്തുള്ളൂ ഇവിടെ. അപ്പൊ ഈ കൈരേഖ നോട്ടം കൊണ്ടും ജ്യോതിഷം കൊണ്ടും പലവർക്കും പല ഗുണസാധ്യങ്ങളുള്ള ഒരു സ്വരമാണ് കിട്ടിയത്. ശിവനെ പ്രകർഷോർപ്പിക്കുന്ന പോലെ ഭഗവാന്റെ അനുഗ്രഹം തന്നാണ്. നീ ഇപ്പൊ എന്ത് പറഞ്ഞാലും അത് ശരിയായി വരട്ടെ എന്നൊരു അനുഗ്രഹം കിട്ടിയത് ആ കാണാം. ശരി. താങ്കൾ ഇപ്പൊ താങ്കളുടെ കയ്യിലൊരു പുസ്തകം കണ്ടു. എന്റെ പുസ്തകം താങ്കൾ എഴുതിയ പുസ്തകമാണ്? ഞാൻ എഴുതിയ പുസ്തകമാണ്. ഇത് ഇദ്ദേഹം എഴുതിയ പുസ്തകമാണ്. എന്താണ് ഇതിന്റെ ഉള്ളടക്കം? കാക്കാല സമുദായ പൈതൃക ചരിത്രങ്ങളിലൂടെ. കാക്കാല സമുദായം എന്ന് പറയുമ്പോൾ കൊട്ടിൽ മുതൽ കൊട്ടാരത്തിൽ വരെ ഇവർക്ക് കയറാൻ വേണ്ടിയുള്ള ഒരാളാണ്. പക്ഷെ ഇന്നത്തെ തലമുറയുള്ള ആൾക്ക് ഈ വിവരം അവരുടെ അറിഞ്ഞുകൂടാ. എനിക്ക് 84 വയസ്സ് വരെ എനിക്ക് പ്രായമുണ്ട്. അപ്പോൾ ഇങ്ങനെ കാക്കാല സമുദായത്തെ പഠിക്കുന്ന രംഗത്തിൽ അവരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങളുടെ ചരിത്രത്തെ പറ്റി ഒന്നും അറിയാനില്ല, കേൾക്കാനില്ല. ഒരു സർക്കാരിന് പറഞ്ഞുകൂടാ, നാട്ടുകാർക്ക് പറഞ്ഞുകൂടാ, പഞ്ചായത്ത് പറഞ്ഞുകൂടാ, ഒരു വില്ലേജ് കാക്കാലന്മാരുണ്ടെന്നുള്ള ഒരു സമുദായം ഉണ്ടോ മാത്രമേ ഉള്ളൂ. ഒരു ചരിത്രം അറിഞ്ഞാൽ കൊള്ളാം എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആ ചരിത്രം അറിയുന്നുണ്ട്. 5 വർഷം കൊണ്ട് തൃപ്പൂണിത്തുറ ഇബ്ബാസ് കൊട്ടാരത്തിലും കായംകുളം കൊട്ടാരത്തിൽ നിന്നിട്ട് ചരിത്രങ്ങൾ ഇവരുണ്ട്. ആ ചരിത്രം എടുത്തിട്ട് ഇവരുടെ സമുദായം എന്താണ് എന്ന് അറിയപ്പെട്ട് ഒരു റെക്കോർഡ് കിട്ടിയ ശേഷം കാക്കാല സമുദായത്തിലെ ബുക്കാണത്, ചരിത്രം. അവർ പല പ്രാവശ്യം അവാർഡുകളും സ്വീകരണമൊക്കെ എനിക്ക് തന്നതായി പുസ്തകം. 500 പുസ്തകങ്ങളും എഴുതി തന്ന ഈ പുസ്തകം അടിച്ചിരിക്കുന്ന മുള്ളിക്കുളങ്ങര രസരഥൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ബുക്ക് അടിക്കാനും ചരിത്രം അറിയിക്കാനും തന്നത്. കരുനാഗപ്പള്ളി എന്റെ ഫോട്ടോ കൊണ്ടത്. ശരി ശരി ശരി. അപ്പൊ ഇങ്ങനൊരു ചരിത്രത്തിൽ ഒരു സ്ഥാനം ചെയ്തു. ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രത്തിന്റെ സത്യം എത്രത്തോളമാണ്? സത്യമുള്ള കാര്യമാണ്. ഈ ദൈവവിശ്വാസമുള്ള ഒരാളാണ് ഈ കബഡി നിരത്തി ജ്യോതിഷവും കൈനോട്ടവും പ്രശ്നം പറഞ്ഞാൽ അത് ശരിയായിരിക്കും എന്നാണ് പറയുന്നത്. അതെ, അദ്ദേഹത്തെയാണ് ശാസ്ത്രം പറയേണ്ടത്. അല്ലാത്തവർക്ക് ശാസ്ത്രം പറഞ്ഞാൽ അത് ഉണ്ടാകത്തെ. അയാൾക്ക് ഒരു ദേവതയുണ്ട്. ആ ദേവത കൂടെ നിലനിർത്തിക്കൊണ്ട് സംസാരിച്ചാൽ ആ കാര്യം അത് ശരിയാകുമെന്ന് ഉറപ്പ് തരുവാണ്. ശരി ശരി ശരി. അത് ഒരു അടിയുമില്ല. പക്ഷെ ഈ പറയുന്ന ആളും ഈ കേൾക്കേണ്ട ആളും ഈ പറയേണ്ട സ്ഥാനത്തേക്കും ശ്രമിക്കുന്നപ്പോഴും അയാൾക്ക് 9 വ്യാഴവും ശുക്രനും കൂടെ നിന്നാൽ അക്ഷരം പ്രകാരം തെറ്റുവരുത്തില്ല. അത് ഫലം ശരിയായിരിക്കും. അത് എങ്ങനെയാണ് ഗണിക്കുക? അത് ഗണശാസ്ത്രം ഗണിച്ചെടുത്തുകൊണ്ട് വരുന്നതാണ്. ശരി ശരി. അന്ന് ഈ ശാസ്ത്രത്തെ എന്റെ അറിവിൽ തന്നിരിക്കുന്ന ഭാഗം എല്ലാം ശരിയാക്കി കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒട്ടും ഒക്കാതിരിക്കട്ടെ എന്നാണ് ശാസ്ത്രം.
അപ്പോൾ ഭാരപതി പറഞ്ഞെന്താണ്, മകന് 2 കള്ളം കൂടെ പറഞ്ഞോണം. ഏത് തിരുമേനിയായാലും ഏത് നല്ല ജോലിസനായാലും ഏത് ശാന്തിക്കാരനായുള്ള 2 കള്ളം കൂടെ അയാൾ പറയാതിരിക്കത്തില്ല. എല്ലാം സത്യം ഒരു പുതിയ രംഗത്തിരുന്നു പറയത്തില്ല, പറയാൻ പാടില്ല എന്നാണ് ഇട്ടിരിക്കുന്നവരാ. ഒരു ശാപം കിട്ടിയതായി, ഒരു ശാപം കിട്ടിയത്. എന്താണ് ആ ശാപം? ആ ശാപം കിട്ടിയത് സത്യസന്ധിയായിരിക്കുന്ന ഭാഗം മഹാദേവന്റെ ചരിത്രം മകൻ വേഷം മാറി സുബ്രഹ്മണ്യൻ വന്ന് ആ ശാസ്ത്രം ഉണ്ടാക്കിയ രംഗത്തിലാക്കി കൊടുത്തതിന്റെ ഫലം ഭഗവാൻ വിചാരിച്ചു ഇനി ഈ ലോകത്തിൽ ഈ ശാസ്ത്രം ഇത് വലുതായിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ലോകം അവസാനിച്ചു പോകും എന്ന് ശപിച്ചു കളയും. അപ്പോൾ ആ അമ്മ പറയുന്നത്, പാർവതി ദേവി വന്ന് പറയുന്നത്, മകനെ കള്ളം 2 കള്ളമെങ്കിലും പറയണം, ഒട്ടും ഒക്കാതിരിക്കട്ടെ ശാസ്ത്രം എന്നാണ് ഫലം. ഒപ്പിച്ചെടുത്ത് ഞാൻ തരുവാ നിങ്ങൾക്ക്. അപ്പോ താങ്കൾ ഇപ്പൊ പറയുന്നത് ഏത് ജ്യോത്സ്യന്മാരാണെങ്കിലും പ്രവചിക്കുന്നതിന്റെ കൂടെ ഒരു 2 കള്ളം കൂടെ അവരെ പറഞ്ഞിരിക്കും. നല്ല ശാസ്ത്രം പഠിച്ചവര് സത്യം പറയാൻ പാടില്ല, പറഞ്ഞാൽ അത് കുലുമാലുവാ. സത്യം തെളിയിപ്പിച്ചു കഴിഞ്ഞാൽ ആ രാജ്യവും വീടും നശിക്കുക. അപ്പൊ ആ സ്ഥാനം വരുന്ന ഭാഗം 2 ടെക്നിക്കുകളിൽ കള്ളം പറഞ്ഞോളാം. പക്ഷെ ഈ കള്ളം പറയുന്ന ഭാഗമായിരിക്കും അവിടെ വിജയിക്കുന്നത്. മനസ്സിലായി. അങ്ങനെയുണ്ട്. അതൊരു വിരോധാഭാസമാണല്ലോ, ശാപം കിട്ടിയതാണ്. അപ്പോൾ ഇങ്ങനെ എന്റെ സ്ഥാനത്തേക്ക്. അപ്പൊ ഇങ്ങനെയാണ് പുസ്തകത്തിന്റെ ചരിത്രവും എന്റെ ശാസ്ത്രവും. ഇത് എന്റെ ജോലി തുടങ്ങിയത് 17 വയസ്സിന് മുതൽ ഈ ജോലിയാണ്. എന്റെ പിതാവിന്റെ ശാസനമാണ് ഇത് ഞാൻ കാണിക്കുന്നത്. 1941 നോക്കോട്ടെ. ഇത് 1941 എന്റെ പിതാവിന്റെ അച്ഛൻ ഉപയോഗിച്ച് കൊട്ടാരങ്ങളിൽ സൂക്ഷ്മദർശിനിയാണ് രാജകൊട്ടാരങ്ങളിലും അല്ലാത്ത സ്ഥലത്തേക്ക് വന്ന് രാജാക്കന്മാരുടെ കൈരേഖം നോക്കുന്ന ആളായിരുന്നു പിതാവ്. എന്റെ അച്ഛന്റെ പേരാണ് കുട്ടംപിള്ളേ. ഈ സ്ഥാനം അച്ഛന്റെ. രാജാക്കന്മാരുടെ കൈ നോക്കുന്ന ആളായിരുന്നു. ഇത് 17 വയസ്സിൽ തന്നു. 18ാമത്തെ വയസ്സ് മുതൽ ഈ ജോലിക്ക് ഞാൻ തുടങ്ങി. താങ്കളിപ്പോ എറണാകുളം ഇവിടെ മെറൈൻ ഡ്രൈവിൽ വന്നാൽ കാണാൻ സാധിക്കുമോ? നമ്മൾ ആവശ്യപ്പെട്ട് വിളിച്ചാൽ ഞാൻ എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ വരും. എന്റെ ഫോൺ നമ്പർ അതിലുണ്ട്, അടിച്ചു കൊടുത്തു. ഏത് രീതിയിലാണോ? ലാസ്റ്റ് പേജിലുണ്ട്. ലാസ്റ്റ് പേജിൽ ഫോൺ നമ്പർ ഉണ്ട്, എന്റെ പേരും ഉണ്ട്, ഫോട്ടോ ഉണ്ട്, ഇതാണ്ടുണ്ട്, ഫോൺ നമ്പർ. ശരി ശരി. ഇതാണ് വിശ്വനാഥ്. എന്റെ പേര് വിശ്വനാഥ്. ഒരു ഉണ്ണിയാർച്ചയുടെ ഒരു ചെറിയ പാട്ടുകൂടെ പറഞ്ഞേക്കാം. ആറ്റും മണം മേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞങ്ങൂറക്കമായി ഉറക്കത്തിൽ സ്വപ്നം കണ്ടു പെണ്ണെ അല്ലിമലങ്കാവിൽ കൂത്തലാണ്. അല്ലിമലക്കാവിൽ കൂത്ത് കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ രംഗമുണ്ട്. അത് വടക്കൻ കഥയാണ്. പിന്നെ വിദ്യാഭ്യാസം പഠിച്ചുകൊണ്ട് പോകാത്തതിന്റെ പേരിൽ ഇതിനകത്ത് എന്റെ ചരിത്രങ്ങളല്ലോ ഉണ്ട്. ചിലപ്പോ മടിയനായിരുന്നു. അന്നത്തെ കാലം അതായിരുന്നു. കൃഷ്ണൻ യശോദ മണ്ണ് തിന്നുന്നതിന് വേണ്ടിയുള്ളൊരു പാട്ടുണ്ട് പുസ്തകത്തിൽ. അന്നത്തെ പുസ്തകം അത് വായിച്ചു പഠിച്ചുകൊണ്ട് പോകാത്തതിന്റെ പേരിൽ സാർ അന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് നല്ലൊരു കാര്യമാണ്. പറയാൻ പറ്റിയില്ല. ആ പാട്ട് കൂടെ പാടി എടുത്തോണം. മണ്ണൂതിന്നിടീനായെന്തേനോ ചെല്ലുണ്ണി വെണ്ണയും പാലും ഞാൻ തരാനുണ്ടോ ശീലം കേടിഞ്ഞേനെ ചാലെ നീ കാട്ടുമ്പോൾ കൊലുകൊണ്ടിനി ഞാൻ ചോദിക്കുള്ളൂ അമ്മാതാൻ ഇങ്ങനെ ചെന്നതു കേട്ടുള്ളൂ ബ്രഹ്മജാലോചനുമായി ചെന്നാൽ. ഇത്രയും വാക്ക് പറഞ്ഞാൽ മതി. സാറിന് നല്ല ഇഷ്ടമാണ്. സാർ എന്താ പറയാത്ത മറുപടി? നീ ഒരു കൈരേഖ നോട്ടക്കാരനായിട്ട് പൊക്കോടാന്ന് പറഞ്ഞു എന്നെ സ്കൂളിൽ നിന്ന് 3 മണി ആയപ്പോൾ എന്നെ തള്ളി അങ്ങ് വിടുവാണ്. അന്ന് മുതൽ ആ സാറിനെ ഗുരുവാണ്. അവന്റെ ഒരു ഗുരുവാണ്. അത് വിദ്യാഭ്യാസം. പക്ഷെ ഇന്ന് വരെ തോറ്റിട്ടില്ല. ഇത്രയും ക്ലാസ് കൊണ്ട് പവറിലല്ല ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകം എഴുതിന്റെ ആള് ഞാൻ തന്നെയാണ്. എന്തായാലും സ്വാമി കണ്ടതിലും പരിചയപ്പെടാൻ സാധിച്ചാലും വളരെ സന്തോഷം. അപ്പോൾ അങ്ങനെ മഹാദേവൻ ഭക്തനാണ്, ശിവഭക്തനാണ്. കാരണം ശിവഭക്തനാണ്. ഓം നമഃശിവായ മന്ത്രം. രാവിലെ ഒരു 4, 5, 5:30 ആകുമ്പോൾ എണീച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സ് മാറി ഓം നമഃശിവായ എന്നുള്ള 1 മണിക്കൂറുണ്ട്. ജപിക്കും. നമോ നമഃ ശിവായ അങ്ങനെ ഒരു മന്ത്രം ചൊല്ലി കഴിഞ്ഞ ശേഷമേ ഈ കൈരേഖയ്ക്ക് ഈ പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിൽ കൂടെ താങ്കൾക്ക് ഒരു പ്രതിഫലം അവിടെ ഉണ്ടാക്കുള്ളൂ. മനസ്സിലായി. സ്ഥാനമാണ്. അപ്പൊ അങ്ങനെ ആർക്കും ഈശ്വര വിശ്വാസം വേണം. ശാസ്ത്രം, കൈനോട്ടം, ജ്യോതിഷം, മന്ത്രവാദം, മാന്ത്രികം, കൃത്രിമ പണികൾ ആരും പഠിച്ചുകൊണ്ടെങ്കിൽ ശരി, അവർക്കൊരു നിലവാസ്ഥാപന ഒരു ദേവതയുണ്ട്. ആ ദേവതയെ വിളിച്ചു ഉണർത്താതെ രാവിലെ ഇറങ്ങിയ വിശേഷത മനസ്സിലായി. അത് ഭഗവാൻ തരും. അങ്ങനെ വിശ്വാസം. അതെ അതെ. എന്തായാലും സ്വാമി കണ്ടതിലും പരിചയപ്പെടാൻ വളരെ വളരെ സന്തോഷം. എവിടെയാണ്? ഞങ്ങൾ എറണാകുളമാണ്. അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ നമ്പർ എടുക്കാം, വിളിക്കാം.